ഈ ഒരു ഭീഷണിക്കെതിരെ സ്വാഭാവികമായിട്ടും കലാലോകത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവേണ്ടതാണ്. ആ പ്രതികരണം ഉണ്ടായില്ല. അതിൻ്റെ കാരണം ദാവൂദ് പറഞ്ഞല്ലോ ഇ ഡി പേടി മാത്രമാണ്. കാരണം ഇ ഡി പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരെന്തിന് ഈ ഭീഷണിക്ക് വഴങ്ങി എന്നൊരു ചോദ്യമുണ്ട്. പൃഥ്വിരാജും ഗോകുലം ഗോപാലനും ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലൊക്കെ ഈ ഭീഷണിക്ക് എന്തിന് വഴങ്ങി എന്ന ചോദ്യമുണ്ടല്ലോ. അവർക്ക് RSS നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ BJP എന്താണ് ഒഫീഷ്യൽ സ്റ്റാൻഡ് എടുത്തില്ല, ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല എന്നൊക്കെ പറയുമ്പോഴും RSS മുഖപത്രമായ ഓർഗനൈസറിൽ ഒന്നിലധികം ലേഖനങ്ങളാണ് വന്നത് സിനിമയെക്കുറിച്ച്, ഒന്നല്ല. അപ്പോൾ ഈ ലേഖനം വരുമ്പോൾ RSS ഈ സിനിമയെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കുണ്ട്. കാരണം അവർക്കറിയാം RSS എന്താണെന്നുള്ളത്. അവർ RSS പരിചയമുള്ളവരാണ്. മോഹൻലാലിനായാലും പൃഥ്വിരാജിനായാലും ഗോകുലം ഗോപാലിനായാലും RSS പരിചയമുണ്ട്. ഗോകുലം ഗോപാലിന് ED കുറച്ചുകൂടി അടുത്ത് പരിചയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്താണ് ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അന്ന് മോഹൻലാൽ സംഘപരിവാറിന് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് മാത്രമല്ല മോഹൻലാൽ ഫാൻസിൽ ഗണ്യമായ ആളുകൾ സംഘപരിവാർ അനുഭവമുള്ള ആളുകളുമാണ്. കാരണം ഓൺലൈനിലൊക്കെ മോഹൻലാലിനെ കൂടുതൽ ആഘോഷിക്കുന്നത് അവരാണ്. അപ്പോൾ ഈ ഒരു മൊത്തം ഈ വിവാദത്തിൻ്റെ ഔട്ട്കം നോക്കുമ്പോൾ മോഹൻലാൽ ഈ പറയുന്ന സംഘപരിവാറിന് അനഭിമിതനായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തുകൾ പോയിട്ടുണ്ട് ഇവിടുന്ന്. ഈ സിനിമയ്ക്കെതിരെ തന്നെ കേന്ദ്ര സർക്കാരിന് കത്തുകൾ പോയിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ സംഘപരിവാറിന് അനഭിമിതനാവുകയാണ്. ഇനി അവരുടെ പ്രീതി മോഹൻലാൽ പിടിച്ചു പറഞ്ഞ് എന്ത് വേണം? ഒരു പ്രൊപ്പഗൻഡ ഫിലിം അദ്ദേഹം അവിടെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ പ്രീതി തിരിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അപ്പോൾ മറ്റൊന്ന് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ സംഘപരിവാറിന് അദ്ദേഹത്തിൻ്റെ എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ RSS പിണക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതാസാധ്യമാവും, ജീവിതം ദുസ്സഹമാകും. അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള അസാമാന്യമായ മനക്കരുത്ത് വേണം, അസാമാന്യമായ ധൈര്യവും മനക്കരുത്തും വേണം. അങ്ങനെ ആ മനക്കരുത്തോടുകൂടി ചെയ്യാവുന്ന ഒരു പണിയല്ല ഇവരുടെ കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ, സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ. കേന്ദ്രത്തോടും RSSനോടും നിരന്തരം ഏറ്റുമുട്ടി സിനിമാ പ്രവർത്തനം പറഞ്ഞാൽ അവർക്ക് അസാധ്യമായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു പ്ലാൻ ബി, സ്വാഭാവികമായിട്ടൊരു പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബി ആണ് ഇപ്പോൾ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്ലാൻ ബിയെക്കുറിച്ച് ഗോകുലം ഗോപാലും മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിക്കൊക്കെ അറിവുണ്ടാവും. നമ്മളിങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം, അത് അവർ ചെയ്തു. അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് കൂടിയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. ഈ ഒരു കോൺട്രവേഴ്സി ഇതിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നവർക്കറിയാം. അതേസമയം തന്നെ ഈ കോൺട്രവേഴ്സി ചെയ്യാൻ അസാമാന്യമായ ധൈര്യം വേണമെന്ന് പറയാം. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും അവർക്ക് പ്ലാൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും പണം മുടക്കിയ ഒരു ബിസിനസ്സാണല്ലോ അത്. അപ്പോൾ അത് അവർ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിലെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മോഹൻലാലിനെയാണ്. കാരണം മോഹൻലാലിനെതിരെ ഇനി ഈ സിനിമയെ മുൻനിർത്തി തന്നെ മോഹൻലാലിനെതിരെ ഇനി സംഘടിതമായ ആക്രമണങ്ങളുണ്ടാവും.